ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പച്ചക്കറി എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണത്. നമ്മുടെ നാട്ടിലെ കടകളിലൊന്നും അങ്ങനെ ഇത് കണ്ടിട്ടില്ല. ഇനി അഥവാ വല്ല സൂപ്പർ മാർക്കറ്റിലും കണ്ടാൽ പോലും വാങ്ങിക്കണ കണ്ടിട്ടില്ല. നമ്മൾ ആരും ഈ ഒരു പച്ചക്കറിയെ കുറിച്ച് അങ്ങനെ പറയണേ കേട്ടിട്ടില്ല കേട്ടോ. ചൗ ചൗ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ണിമാങ്ങയുടെ ഉള്ളിൽ ഒരു പരിപ്പുണ്ടാവില്ലേ, അതുപോലെ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ, അത് നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ പപ്പായൊക്കെ കട്ട് ചെയ്തെടുക്കണ പോലെ നമ്മളത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പാന് വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ പരിപ്പ്, ഇവിടുത്തെ ഓറഞ്ച് പരിപ്പായതുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ. പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് വറ്റൽ മുളകും ഒരു 2 വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ആ മുളകൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചൗ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു 3-4 മിനിറ്റോളം ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു കറയുണ്ട്, എന്നിട്ട് അത് ഊറ്റിയെടുത്തിട്ട് 2 തവണയും കൂടെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതിന് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പപ്പായ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ആവിയിൽ വേവിക്കില്ലേ, ആ രീതിക്ക് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അത്ര അധികം വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഈ ഒരു രീതിക്കും നമുക്ക് നിർത്താം. ഞാൻ ഇനി ഒരു സീക്രട്ട് റെസിപ്പി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ച് ഇതിൻ്റെ ഒരു അച്ചാർ നമ്മുടെ നെയ്ബർ തന്നിട്ടാണ് ഞാൻ കഴിച്ചപ്പോൾ ഈ ഒരു പച്ചക്കറി ആദ്യമായിട്ട് കഴിച്ചു നോക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. നമ്മൾ പരിപ്പ് കറി വെക്കില്ലേ, കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് ആ രീതിയിൽ ഇത് വെക്കാം. അതുപോലെ അച്ചാറിടാം, ഉപ്പിലിടാം. അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു വെജിറ്റബിൾ അല്ല കേട്ടോ ഇത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ലാസ്റ്റായി ഏകദേശം നന്നായി വെന്ത സമയത്താണ് നമ്മൾ ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഏകദേശം നമ്മൾ പപ്പായ പോലെ കഴിക്കുമ്പോഴും ഒരു പപ്പായയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കടലമാവ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റും കൂടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പൊടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ചൗ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.